ബിഗ് ബോസ് മലയാളം 4 സീരീസിലൂടെ തരംഗമായി മാറിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ BJP-യിൽ ചേർന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് നേരത്തെ തീരുമാനിച്ചതാണോ ഇങ്ങനെ? ഞാൻ ഓൾറെഡി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞായിരുന്നു. എന്നാലും 2011 എനിക്ക് ആദ്യമായിട്ട് MBBS പഠിക്കുമ്പോഴാണ് എനിക്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം 2014 ശ്രീ നരേന്ദ്രമോദിജി നമ്മുടെ പ്രൈം മിനിസ്റ്ററായിട്ട് ജോയിൻ ചെയ്ത സമയം തൊട്ടേ പുള്ളിക്കാരൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നുള്ള പുള്ളിക്കാരൻ വേൾഡിലെ ടോപ്പ് പവർഫുൾ പേഴ്സൺസിൽ ഒരാളാണ്. എനിക്ക് എൻ്റെ ഇൻസ്പിറേഷൻ പോലെയാണ്. സോ അപ്പോൾ അതോട് പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുന്ന കാരണം എനിക്ക് BJP പാർട്ടിയോടും ഒരു ഇഷ്ടം തോന്നി. അതുമാത്രമല്ല, ഞാൻ ഈ ഒരു റിയാലിറ്റി ഷോയിൽ വന്നത് പോലും പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് എൻട്രി ചെയ്യാൻ തന്നെയാണ്. കാരണം ഞാൻ സാധാരണ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നില്ല. സോ അപ്പം ഇപ്പോൾ ഫൈനലി ഞാനിപ്പം BJP പാർട്ടിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. കാരണം ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. അപ്പം ഞാനൊരു 7-8 വർഷം സർവീസ് ചെയ്തിരുന്ന ഒരു ഡോക്ടറാണ്. അപ്പം എൻ്റെ സർവീസ് ആക്ച്വലി കുറച്ച് പേരിലേക്ക് മാത്രമാണ് അന്ന് എത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ട് ഞാൻ. സോ അപ്പം ലാർജ് സ്കെയിലിൽ സേവനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് റൈറ്റ് പാത്ത് എന്ന് പറയുന്ന പൊളിറ്റിക്സ് തന്നെയാണ്. സോ അപ്പം എനിക്ക് റൈറ്റ് പാർട്ടിയും BJP ആയിട്ട് ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എൻ്റെ നിലപാടിൽ ഞാൻ എപ്പോഴും അടിയുറച്ച് നിൽക്കുന്ന ഒരാളാണ്. സോ ഇന്നപ്പം BJP പാർട്ടിയിൽ ഒഫീഷ്യലി ഞാൻ മെമ്പറായിരിക്കുകയാണ്. അപ്പം മരണം വരെ ഞാനൊരു BJP-കാരനായിരിക്കും. ഒരുപാട് ഫാൻസ് ഉള്ളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അത് ഇതിന് വലിയ രീതിയിൽ സ്വാധീനിക്കും. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളതിലേക്കുള്ളൊരു മാറ്റത്തിന് അത് എത്രത്തോളം ഗുണകരമാവും? എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും. എൻ്റെ ഇഷ്ടമാണ് BJP-യിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. അത് പ്രത്യേകിച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ ഞാൻ ചോദ്യം ചെയ്യാനോ അതിൽ ഇടപെടാനോ ഞാൻ വരുന്നില്ല. സോ അപ്പം എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ വഴിക്ക് വിടുക. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യത്തില്ല, നല്ലത് മാത്രമേ ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും സ്നേഹവും അനുഗ്രഹം എനിക്കുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവെ സെലിബ്രിറ്റികളെയാണ് BJP ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം, അതായത് താങ്കളെ കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇതിനെ കാണുന്നത്? എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ പാർട്ടി ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അനുസരിക്കും. മണ്ഡലമാണ്, അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളുണ്ടായി? നോ കമൻറ്റ്സ്. അറിയത്തില്ല. ഇതൊന്നും ഉണ്ടായിട്ടില്ല. അറിയത്തില്ല. പെട്ടെന്ന് ഈ പാർട്ടിയിലേക്കുള്ള ഒരു വരവ് ആരെങ്കിലും സമീപിച്ചിരുന്നോ? ഇല്ല, ഇത് ഗ്രാജുവൽ പ്രോസസ് ആയിരുന്നു. എനിക്ക് ഇവർ രാജീവ് സാറായിട്ടും അനൂപ് സാറായിട്ടും സുരേഷ് സാറായിട്ടൊക്കെ ഓൾറെഡി കോൺടാക്ട് ഉണ്ടായിരുന്നു. അപ്പം ഓൾറെഡി ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ആവശ്യപ്പെട്ട് മീറ്റ് ചെയ്തു. ഒരു റൈറ്റ് മൊമെൻറ്റിലാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന കണക്ക് ഇന്നായിരുന്നു ആ റൈറ്റ് ഡേ. സോ ഇന്നെൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റും കൂടെയാണ്. പൊളിറ്റിക്സിൽ ഒരു ഫുൾ ടൈമർ ആകാൻ തന്നെ തീരുമാനിച്ചു? ഒബ്വിയസ്ലി അത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. പാർട്ടി എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യും. ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടാവും ഇതിന്? ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. വൈഫാണെങ്കിലും എൻ്റെ പാരൻസ് ആണെങ്കിലും വൈഫിൻ്റെ പാരൻസും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. അപ്പം അത് തന്നെയാണ് എൻ്റെ സ്ട്രെങ്ത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും രാഷ്ട്രീയത്തിൽ ഒരു ഫുൾ ടൈമർ ആവാൻ തീരുമാനിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ റോബിൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് BJP-യുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവുക. എന്തായാലും BJP-യുടെ പ്രത്യയശാസ്ത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് BJP അനുഭാവിയായി തുടരുകയായിരുന്നു. പക്ഷേ ഇനി മുതൽ ഫുൾ ടൈം ഒരു പാർട്ടി പ്രവർത്തകനായി താൻ മാറും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.